നമ്മുടെ അടുത്ത റൗണ്ട് ഒരു ഗ്രൂവിംഗ് സെഷൻ ആണ്. ഇറ്റ്സ് കോൾഡ് ദ നോട്ടി ഡിസ്കോ. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ്സിനെ വിളിക്കാം. വിശാൽ ആൻഡ് ഗായത്രി. ഗായത്രി ആൻഡ് വിശാൽ, ഓക്കെ. നിങ്ങളുടെ ഇന്നത്തെ റൗണ്ട് നോട്ടി ഡിസ്കോ ആണ്. ഓക്കെ. ഓ, ഇന്ന് നമ്മളെല്ലാവരും സെയിം പച്ചയാണല്ലോ. ഓക്കെ. എവിടുന്നാ വരുന്നത്? എറണാകുളം. ഐ മീൻ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഡാൻസിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? ഹൗ ആർ യു ഗൈസ് റിലേറ്റഡ്? ഫ്രണ്ട്സ് ആണ്. ഓക്കെ. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണോ, ഇപ്പം പരിചയപ്പെട്ട ഫ്രണ്ട്സ് ആണോ? ഞങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ പെർഫോമൻസ് പച്ച പഠിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ? സോ നോട്ടി ഡിസ്കോ റൗണ്ടില് ഇതാ വരുന്നു വിശാൽ ആൻഡ് ഗായത്രി. நாங்கள் அர்ப்பணம். காளிதாசன் கம்பன் கூட கண்டதில்லை எங்கள் சொப்பனம். பூமி எங்கள் சீதனம், வானம் எங்கள் வாகனம். யாரடா நான் தீயடா, ஹே பகைவனே போ. காலகாலமாக வாழும் காதலுக்கு நாங்கள் அர்ப்பணம். எங்கள் அன்புக்கு தோல்வி இல்லை, ஒரு கேள்வி இல்லை, மலர் மாலை நாளை. முல்லை யார் அள்ளி போட்டாலும் முல்லை பூவாக மாறாதோ. முல்லை யார் அள்ளி போட்டாலும் முல்லை பூவாக மாறாதோ. ஆஹா, பூவுக்கு யார் இங்கே தீ வைப்பது? நாங்கள் அர்ப்பணம். காளிதாசன் கம்பன் கூட கண்டதில்லை எங்கள் சொப்பனம். மோதி பார்க்காதே என்னை கண்டு, நீ வாழை தண்டு, இவன் யானை கன்று. நாளும் போராடும் வீரம் உண்டு, சுயமானம் உண்டு, பகை வெல்வோம் இன்று. பாதை இல்லாமல் போனாலும் காதல் தேரோட்டம் நில்லாது. பாதை இல்லாமல் போனாலும் காதல் தேரோட்டம் நில்லாது. பந்தம் நம் பந்தம் என்றென்றும் தீப்பந்தமே. இணைவோம் இணைவோம் பகையை சொல்வோம் நாமே. காலகாலமாக வாழும் காதலுக்கு நாங்கள் அர்ப்பணம். காளிதாசன் கம்பன் கூட கண்டதில்லை எங்கள் சொப்பனம். ഗായത്രി ആൻഡ് വിശാൽ, നിങ്ങളുടെ പെർഫോമൻസ് പച്ച പിടിച്ചു എന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ലൈല മജ്നു, റോമിയോ ജൂലിയറ്റ്, who wants to say first? Okay. Hi, Vishal and Gayatri. Hey. Wish you a happy new year. Thank you. Practice കുറച്ച് ചെയ്യണം.
മതിയില്ല. ആ പ്രാക്ടീസ് ഏതോ കൂടുതൽ നമ്മൾ പാര മൂവ്മെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ സ്റ്റെപ്സ് കൈ വിട്ടുപോയി. മീൻസ് യു ആർ നോട്ട് ഹോൾഡിങ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് 2 പേരോടാണ്. പിന്നെ എനർജി ലെവൽ ഓക്കെയാണ്. ഗായത്രി എക്സ്പ്രഷൻ നല്ല എക്സ്പ്രഷൻ. കോർഡിനേഷൻ വെരി വീക്ക്. കോർഡിനേഷൻ വർക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആൻഡ് എക്സ്പ്രഷൻ വൈസ് ഗായത്രി വെരി ഗുഡ് എക്സ്പ്രഷൻ. ആൻഡ് വിശാൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സ്റ്റഡി ആയിട്ടില്ല. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഗാലപ്പായി തുടങ്ങിയാൽ അത് മുകളിൽ വരയ്ക്ക് പോകണം. ഇത് മുകളിലെ മീറ്റർ പോലെ കുറച്ച് ഏറുന്നുണ്ട്, കുറച്ച് ഇറങ്ങുന്നുണ്ട്, കുറച്ച് ഏറുന്നുണ്ട്, കുറച്ച് ഇറങ്ങുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ ടെമ്പറേച്ചർ. അതുപോലെ തന്നെ. താങ്ക് യു. ഇനി നമുക്ക് അത്ര സ്നേഹമുള്ള ഒരു ജഡ്ജിങ് പേരിലോട്ട് ചോദിക്കാം. റോമിയോ ആൻഡ് ജൂലിയറ്റിനോട് ചോദിക്കാം. പ്രത്യേകിച്ച് ഗായത്രി വളരെ എക്സ്പ്രസീവ് ആയിരുന്നു. ആ എക്സ്പ്രഷൻസ് വളരെ എവിഡൻ്റ് ആയിരുന്നു. വിശാൽ ട്രൈ ചെയ്തു, അത് ഒരു ക്ലാരിറ്റി വന്നില്ല, അതൊരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ അതിൽ ചെറിയ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് നിങ്ങളുടെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഒരല്പം വീക്കാണ്. ഇമ്പ്രൂവ് ചെയ്യണം. ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അവിടെ ഒരു പേരൻ്റ് ഓൾറെഡി ഒരു തീരുമാനമായി. ഇവിടെ അത്രയ്ക്ക് നല്ല സ്നേഹം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിൽ ആസ്ക് ആ ചീഫ് ജഡ്ജ് ശാന്തി മാസ്റ്റർ. മോനു, വിശാലിൻ്റെ ബോഡി ലാംഗ്വേജ് ഒരു ഡിസ്കോ ഡാൻസ് അനുസരിച്ച് വളരെ 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 ഭംഗിയായിട്ട് ചെയ്തു. അതായത് പ്രത്യേകിച്ച് നമുക്ക് സിനിമയിലെ കണ്ട ആർട്ടിസ്റ്റ്, ഇപ്പോൾ നമ്മൾ അറിയാതെ സിനിമയിലെ കണ്ട ആർട്ടിസ്റ്റ് പെർഫോമൻസും ബോഡി ലാംഗ്വേജും നമ്മുടെ മനസ്സിലിങ്ങനെ കയറിപ്പോവും. അപ്പം അതുപോലെ നിന്ന് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, കമലഹാസൻ സാറായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. എന്നാലും മോൻ്റെ ചില സ്റ്റെപ്സ് അക്യൂറേറ്റ് ആയിട്ട് ആ ഡിസ്കോ ഡാൻസിന് അനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. വെരി ഗുഡ് വിശാൽ. ഒരുപാട് സ്ഥലത്ത് പാടിയില്ല എന്ന് മാത്രം. ഓക്കെ. പിന്നെ ഗായത്രി കുഴപ്പമില്ലാതെ ചെയ്തു. പക്ഷേ മോക്ക് ഓരോരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്തതിലേക്ക് മോൾ ചാടുന്നു. മനസ്സിലായോ? അപ്പം ഇനി വരുന്ന റൗണ്ട്സിൽ അതൊരു എക്സ്ക്യൂസായിട്ട് നമ്മൾ എടുക്കുന്നില്ല. കംപ്ലീഷൻ, ക്ലാരിറ്റി ഇൻ ഡാൻസിങ് വേണം. എല്ലാവരുടെ പൊതുവേ ഉള്ള അഭിപ്രായം, 2 ജോഡികളുടെ അഭിപ്രായം വെച്ചിട്ട് നോക്കുമ്പോൾ ഗായത്രിയുടെ എക്സ്പ്രഷൻ വളരെ നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ പാട്ട് 2 പേരും വാക്കുകൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് വേണം പാടാൻ. ഇവർ നിന്റെ എക്സ്പ്രഷനിൽ ശ്രദ്ധിച്ചു, പക്ഷെ നിന്റെ വരികളെല്ലാം തെറ്റിയാണ് മോൾ പാടിയത്. ആണോ അല്ലയോ? അല്ലേ? പക്ഷെ നീ ശ്രമിച്ചു, ഫുൾ പാട്ട് പാടാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാ വാക്കുകളും മാറ്റിയിട്ടാണ്, എല്ലാം തെറ്റിച്ചാണ് പാടിയത്. ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലിപ് സിങ്കിങ് ആയിരുന്നു. ഓക്കെ. അതൊക്കെ ഇനി വരുന്ന റൗണ്ട്സിൽ ഇതെല്ലാം തിരുത്തിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. വിഷിംഗ് യു ഓൾ ഗുഡ് ലക്ക്. താങ്ക് യു ശാന്തി മാസ്റ്റർ. ഓക്കെ. അപ്പോൾ ശാന്തി മാസ്റ്റർ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ചെയ്യാം. അപ്പോൾ മാർക്സിലേക്ക് പോവാം. എത്ര സ്റ്റാർസ്? 2 stars. ഓക്കെ. റോമിയോ ആൻഡ് ജൂലിയറ്റ് 2 stars. ശാന്തി മാസ്റ്റർ 2 stars. അപ്പോൾ കിട്ടിയത് ടോട്ടൽ 6 stars ആണ്. ഗായത്രി ആൻഡ് വിശാൽ കുഴപ്പമില്ലാത്ത മാർക്കാണല്ലേ? പക്ഷേ ഐ ടെൽ യു വൺ തിങ്, ഗായത്രിയുടെ എക്സ്പ്രഷൻസ് നല്ലതാണ്. അപ്പം ഗായത്രിയുടെ എക്സ്പ്രഷൻസ് കാരണം ആക്ച്വലി ഐ ഡി നോട്ട് നോട്ടീസ് യു ലിറ്റിൽ. അപ്പം യു ബോത്ത് ഹാവ് ഒരു പേരെന്ന് വെച്ചാൽ ബെസ്റ്റ് സിങ്ക്രണൈസ് നന്നായിട്ട് ആവണം. ഇപ്പോൾ ഒരു 2 പേരും സെയിം ലെവലിൽ പോകണം, അങ്ങനെയല്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.